നമസ്കാരം. ഭാരതം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലാകമാനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചൂട് പിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലും 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണ്. നമ്മുടെ 20 മണ്ഡലങ്ങളും തീപാറുന്ന മത്സരങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി മത്സരാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ്. സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ പല പ്രാവശ്യം വന്നുകൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. എല്ലാവരും ഇലക്ഷനെ നോക്കിക്കാണുന്നത് ജയിച്ച് മുന്നേറുവാൻ വേണ്ടി മാത്രമാണ്. വെറുതെ മത്സരിക്കുന്നവരാരുമില്ല. ഒരു കാലത്ത് ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയും ഒരു മൂലയ്ക്കിരിക്കേണ്ട പാർട്ടിയായി മാറുകയും ചെയ്തു. എന്നാൽ പാർലമെൻറ്റ് അംഗങ്ങളിൽ 5ൽ താഴെ മാത്രം സീറ്റുണ്ടായിരുന്ന BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒരു വലിയ മഹാപ്രസ്ഥാനമായി വളരുകയും അത് രാജ്യത്തിന് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി വളരുകയും ചെയ്തു. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന സാധാരണ കാര്യങ്ങളാണ്. പ്രവചനാതീതമായ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കാം. 20 മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ് അയനം ഇവിടെ നടത്തുന്നത്. കേരളത്തിലെ തീപാറുന്ന മത്സരങ്ങൾ നടക്കുന്ന 20 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൃശ്ശൂർ പൂരം, ആനകൾ, തെയ്യങ്ങൾ, പുലികളി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാംസ്കാരിക ഉത്സവങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അതിനേക്കാളൊക്കെ ഉപരി കേരളത്തിൻ്റെ ഏകദേശം മധ്യസ്ഥാനമാണ് തൃശ്ശൂർ. ഇവിടുത്തെ പ്രത്യേകതയും പ്രാധാന്യവും ഇതൊന്നുമല്ല, ഇവിടെ മത്സരിക്കുന്നവരുടെ പ്രാധാന്യമാണ്. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, എനിക്ക് ഈ തൃശ്ശൂരിങ്ങ് തരണം എന്ന് പറയുന്ന ഡയലോഗ് കേരളം മുഴുവനും പ്രതിധ്വനിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇത് സിനിമയിലെ ഡയലോഗൊന്നുമല്ല, പകരം തൃശ്ശൂർ മത്സരിക്കുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായ നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗത്തിലെ ഡയലോഗാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായി സുരേഷ് ഗോപി എന്ന മത്സരാർത്ഥി തൃശ്ശൂരിൻ്റെ പിന്നാലെയാണ്. എടുക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ ചൂടുള്ള ഇലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമായി തൃശ്ശൂരിനെ നമുക്ക് വിശേഷിപ്പിക്കാം. സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യവും മത്സരത്തിനുണ്ടായിരുന്നു. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തു. തൃശ്ശൂരിൽ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സുനിൽ കുമാറാണ്. വളരെ ശക്തിയുക്തം കാര്യങ്ങളെ എതിരിട്ടുകൊണ്ട് മുന്നേറുന്ന ഒരു മന്ത്രിയായിരുന്നു. അതിനേക്കാൾ ഉപരി കാർഷിക മേഖലയിൽ ഒരുപാട് പുതുമയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചത് പറഞ്ഞില്ല, അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂരിൻ്റെ ഹൃദയതാളങ്ങളും ഹൃദയസ്പന്ദനങ്ങളുമൊക്കെ നേരിട്ടറിയാവുന്ന വളരെ മിടുക്കനായ CPIയുടെ ഇടതുപക്ഷ ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽ കുമാർ. തൃശ്ശൂരിൻ്റെ മുഖം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തൃശ്ശൂരിൻ്റെ സാംസ്കാരികോത്സവ ദിനങ്ങളിലൊക്കെ ഒരു നിറസാന്നിധ്യമായി ഇദ്ദേഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി സാക്ഷാൽ കരുണാകരൻ്റെ, കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ഒരാളും മറക്കാത്ത ശക്തനായ ഒരു രാഷ്ട്രീയക്കാരൻ ശ്രീമാൻ K. കരുണാകരൻ്റെ മകനാണ് മുരളീധരൻ. ആ മുരളീധരൻ തൃശ്ശൂർ മാറ്റിവെക്കുന്നു. കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥിയായി. ഇവിടെ തീ മാത്രമല്ല, ശക്തിയുള്ള കാട്ടുതീ വരെ പടരും. അത്ര ഭയങ്കരമായൊരു മത്സരമായിരിക്കും. എല്ലാവരും വിജയപ്രതീക്ഷയിലാണ്. കണക്കുകൾ വെച്ചുകൊണ്ടും പുതിയ വോട്ടർമാരുടെ വരവിനെ പറ്റിയും ഒക്കെ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരും ഈ മേഖലയിൽ തികഞ്ഞ സംതൃപ്തിയിലാണ്. മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം കൂടെ പറയാതെ പോകാൻ കഴിയില്ല. കരുണാകരൻ്റെ മകനായ മുരളി തൃശ്ശൂർ മത്സരിക്കുമ്പോൾ ശക്തമായ പോരാട്ടം നടക്കുമെന്ന് നമ്മൾ വിശേഷിപ്പിച്ച തൃശ്ശൂർ മണ്ഡലത്തിലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായി UDF അദ്ദേഹത്തെ നിർത്തുമ്പോൾ കരുണാകരൻ്റെ
മകള് BJPയിലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസ്സിൽ വളരെ ദീർഘനാൾ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച പത്മജ ഇപ്പോൾ BJPയിലാണ്. പത്മജയ്ക്ക് ചില്ലറ സ്വാധീനങ്ങളൊക്കെ തൃശ്ശൂരുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും അത് തള്ളിക്കളയാൻ കഴിയില്ല. ആ സ്വാധീനത്തെ ഉപയോഗപ്പെടുത്താൻ BJP ശ്രമിച്ചിട്ടുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ, അതോ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? ഇത് ജയപരാജയങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു ശക്തി തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് നിലവാരം നമുക്കൊന്ന് പരിശോധിച്ചാലോ? വോട്ടുകൾ ലഭിച്ചു. തൊട്ടടുത്ത സ്ഥാനത്ത് രാജാജി മാത്യു തോമസ് CPIയുടെ ആളായിട്ടാണ് മത്സരിച്ചത്. ഇടതുപക്ഷം ആയിരുന്നു പിന്തുണച്ചത്. 3,21,456 വോട്ടുകൾ, അതായത് 30.85%. നേരത്തെ ഞാൻ പറഞ്ഞു, അന്നും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥിയായി. അത്ര മോശം പ്രകടനമൊന്നുമല്ല അദ്ദേഹം കാഴ്ചവെച്ചത്. 2,93,822 വോട്ടുകൾ നേടിക്കൊണ്ട് 28.19% വോട്ടർമാരെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2021 നിയമസഭയിൽ UDFന് ലഭിച്ചത് 33.14%. അപ്പോൾ LDFന് ലഭിച്ചതാകട്ടെ 45.65%. NDA അഥവാ BJPക്ക് അപ്പോഴും കിട്ടി 19%. മന്ത്രിയായിരിക്കെ സുനിൽകുമാർ നേടിയെടുത്ത ജനസമ്മതി ചെറുതൊന്നുമല്ല. കരുണാകരൻ്റെ മകനായ സാക്ഷാൽ മുരളി മത്സരിക്കുന്നു എന്നുള്ളത് UDFിലെ ഒരു വലിയ വികാരമായി ഉണർന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയെ ഈ വർഷം ജയിപ്പിച്ചേ അടങ്ങൂ എന്ന ചിന്തയുമായി BJPക്കാരും ഇറങ്ങിയിട്ടുണ്ട്. പോരാട്ടം മുറുകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ വെടിച്ചില്ലുകൾ പോലെ പോരാട്ടത്തിൻ്റെ മുഹൂർത്തങ്ങൾ തെളിഞ്ഞു വരട്ടെ. പൂരം വെടിക്കെട്ടിൻ്റെ നാടായ തൃശ്ശൂരിലെ വെടിക്കെട്ട് പോലെ അതിശക്തമായ പോരാട്ടം നടന്നുകൊണ്ട് അർഹതയുള്ളവർ വിജയിക്കട്ടെ എന്ന് അയനം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.